വർഷങ്ങളായി ലാലേട്ടനെ മനസ്സിൽ കൊണ്ട് നടക്കുകയും ലാലേട്ടന്റെ ഒരു നല്ല സിനിമ ഇറങ്ങിയാൽ സന്തോഷിക്കുകയും ചെയ്യുന്ന സ്ലീപ്പർ സെൽ ആരാധകരുണ്ട് ലാലേട്ടന്. അവർ ഓൺലൈനിൽ വന്ന് എഴുതി വിമർശിക്കുകയൊന്നുമില്ല. അവർക്ക് ഇഷ്ടമാണ് ആ മനുഷ്യനെ. ലാലേട്ടൻ നല്ലൊരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, പരാതിയോ പരിഭവമില്ലാതെ നടക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. തുടരുമെന്ന സിനിമയുടെ റിലീസിന് മുന്നേ ഒരു അഭിമുഖത്തിൽ തരുൺമൂർത്തി പറഞ്ഞ വാക്കുകളാണിത്. തരുൺ പറഞ്ഞ ആ സ്ലീപ്പർ സെൽസ് ആരാണെന്നറിയാൻ അധികം കാത്തിരിക്കേണ്ടി വന്നില്ല. ഏപ്രിൽ 25 മുതൽ കേരളത്തിലെ ഒട്ടുമുക്കാൽ തിയേറ്ററുകളിലും ചെന്നു നോക്കിയാൽ അവിടെ ഒന്നും രണ്ടുമല്ല 100 കണക്കിന് സ്ലീപ്പർ സെല്ലുകളെ കാണാൻ കഴിയും. അതും പല പ്രായത്തിലുള്ളവർ. അത്തരത്തിൽ ഒരു സ്ലീപ്പർ സെൽ ആരാധികയുടെ പ്രതികരണവും വൈറലായിരുന്നു. 2 ദിവസം ഓടി നടന്നു, എങ്ങും ടിക്കറ്റ് കിട്ടിയില്ല. ഇന്നലെ ഒരെണ്ണം ബുക്ക് ചെയ്തു വെച്ചു, ആരും വരാനില്ല എന്റെ കൂടെ. എങ്കിലും ഈ പടം കാണണമെന്ന് തോന്നി. കണ്ടില്ലായിരുന്നുവെങ്കിൽ തീരാ നഷ്ടമായി പോയേനെ. കഴിഞ്ഞു പോകാറായി ഈ ജീവിതം എന്നായിരുന്നു 70-കാരിയായ ആ സ്ലീപ്പർ സെൽ പറഞ്ഞത്. ഒരു തുടരുമിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല മോഹൻലാലിന്റെ ഈ സ്ലീപ്പർ സെൽ പവർ. കഴിഞ്ഞ 10 വർഷത്തെ മാത്രം സിനിമകൾ നോക്കിയാൽ സ്ലീപ്പർ സെൽസ് ഉണർന്ന പല സംഭവങ്ങളുണ്ട്. ദൃശ്യം എന്ന സിനിമ അതിനൊരു ഉദാഹരണമാണ്. തുടർച്ചയായ ചില പരാജയങ്ങൾക്ക് ശേഷം വലിയ ഹൈപ്പൊന്നുമില്ലാതെയാണ് ദൃശ്യം 2013 ക്രിസ്മസ് സീസണിൽ എത്തിയത്. മോഹൻലാൽ എന്ന താരത്തെ ആഘോഷിക്കുന്നതിനപ്പുറം അയാളിലെ പെർഫോമർ നിറഞ്ഞാടിയപ്പോൾ തിയേറ്ററുകളിൽ ആ സ്ലീപ്പർ സെൽസ് ഇടിച്ചു കയറി. മലയാളത്തിലെ ആദ്യ 50 കോടിയും പിറന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ ആ സ്ലീപ്പർ സെൽസിനായി വീണ്ടും ഒരു മോഹൻലാൽ മാജിക് വന്നു. മോഹൻലാലിലെ താരത്തെ അടിമുടി ചൂഷണം ചെയ്ത പുലിമുരുകൻ. അന്ന് സ്ലീപ്പർ സെൽസിന് തങ്ങളുടെ പ്രിയപ്പെട്ട ലാലേട്ടനെ ആഘോഷിക്കുന്നതിന് തടയിടാൻ നോട്ട് നിരോധനത്തിന് പോലും കഴിഞ്ഞില്ല. കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ പുലിയൂരിന്റെ പുലിമുരുകൻ കാണാൻ തിരക്കുകൂട്ടി. മുരുകന്റെ ആ ഐക്കോണിക് പോസ് ഒരിക്കലെങ്കിലും അനുകരിച്ചു നോക്കാത്തവർ അന്നുണ്ടായിരുന്നില്ല. കായംകുളം കൊച്ചുണ്ണി എന്ന സിനിമയിൽ ഒരു കുതിരപ്പുറത്ത് മോഹൻലാൽ വന്നിറങ്ങിയപ്പോൾ 20 മിനിറ്റിൽ താഴെ മാത്രം ദൈർഘ്യമുള്ള ഇത്തിക്കര പക്കി ആ സിനിമയുടെ തലവര തന്നെ മാറ്റിമറിച്ചു. അവിടെയും നമ്മൾ കണ്ടത് സ്ലീപ്പർ സെൽസ് പവർ തന്നെ. 2020 ശേഷം പല മോഹൻലാൽ സിനിമകളും തിയേറ്ററിൽ വീണപ്പോൾ പുതുതലമുറ അയാളിലെ അഭിനേതാവിനെയും അയാളുടെ ബോക്സ് ഓഫീസ് പവറിനെയും ചോദ്യം ചെയ്തു. 2023 ക്രിസ്മസ് സീസണിൽ ഐ ലോസ്റ്റ് ദാറ്റ് ടച്ച്, ഐ എം നോട്ട് കോൺഫിഡന്റ് എനിമോർ എന്നൊരു മോഹൻലാൽ കഥാപാത്രം പറഞ്ഞപ്പോൾ അയാളിലെ അഭിനേതാവിന് ഒന്നും പറ്റിയിട്ടില്ല എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ലാലേട്ടന്റെ സ്ലീപ്പർ സെൽസ് വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തി. ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത നേര് ആഗോളതലത്തിൽ 80 കോടിക്ക് മുകളിൽ നേടി. പല കാലഘട്ടങ്ങളിൽ മുണ്ടുമടക്കിയും മീശ വിരിച്ചും റൈബാൻ വെച്ചും നരസിംഹമായും പുലിമുരുകനായും ലൂസിഫറായും നിറഞ്ഞാടി മോഹൻലാൽ തന്റെ ആരാധകരെ കോരിത്തരിപ്പിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നിലെ കാമുക ഭാവങ്ങൾ പ്രകടിപ്പിച്ചും നാണം കുണുങ്ങിച്ചിരിച്ചും ഉള്ളുലച്ച് പൊട്ടിക്കരഞ്ഞും ചുറ്റുമുള്ള വ്യവസ്ഥിതികളോട് പൊരുതിയും ഒക്കെയാണ് മോഹൻലാൽ ഓരോ മലയാളിയുടെയും മനസ്സിൽ കയറിക്കൂടിയത്. താരമായും അഭിനേതാവായും ഒരുപോലെ നിറഞ്ഞു നിന്നാണ് മോഹൻലാൽ മലയാളികളെ തന്റെ സ്ലീപ്പർ സെല്ലാക്കിയത്. അതൊരു സിനിമയുടെ വിജയ പരാജയം കൊണ്ട് മാറുന്ന ഒന്ന്. ഒരു മോഹൻലാൽ ചിത്രം റിലീസ് ചെയ്താൽ വമ്പൻ കട്ടൌട്ടും ഉയർത്തി വെളുപ്പാങ്കാലത്ത് തന്നെ ആദ്യ ഷോ ആഘോഷപൂർവ്വം കാണുന്ന കട്ട ഫാൻസ് എന്നും മോഹൻലാലിന്റെ ശക്തി തന്നെയാണ്. എന്നാൽ ഒരു മോഹൻലാൽ ചിത്രം വീഴുമ്പോൾ അതിലെ നിരാശ മനസ്സിലൊതുക്കി അടുത്ത മോഹൻലാൽ ചിത്രം വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന, അടുത്ത മോഹൻലാൽ പടത്തിന് നല്ല പ്രതികരണം വരുമ്പോൾ തിയേറ്ററുകളിലേക്ക് ഇരച്ചു കയറുന്ന സ്ലീപ്പർ സെൽ ആരാധകർ, അവരാണ് മോഹൻലാലിനെ ലാലേട്ടനാക്കി മാറ്റുന്നത്.